നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് അർദ്ധചാലകങ്ങൾ അഥവാ സെമി കണ്ടക്ടറുകൾ. സെമി കണ്ടക്ടർ വിപണിയിൽ സ്വാധീനമില്ലാത്ത ലോകത്തെ ഒരു രാജ്യത്തിനും ഇപ്പോഴുള്ള സാങ്കേതിക വിദ്യ യുഗത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല. ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് സെമി കണ്ടക്ടർ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ മോദി തന്നെ മുന്നിട്ടിറങ്ങിയത്. നിലവിൽ ചൈനയ്ക്ക് വലിയ സ്വാധീനം ഈ സെമി കണ്ടക്ടർ വിപണിയിലുണ്ട്. ചൈനയുടെ വളർന്നു വരുന്ന അപ്രമാദിത്യം തകർക്കാനുള്ള വജ്ര ആയുധമാണ് നമ്മൾ നമ്മുടെ സെമി കണ്ടക്ടർ വിപണിയെ ഒരുക്കിക്കൊണ്ടുവരുന്നത്. ഈ നീക്കത്തിന്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രിയുടെ നടപടികൾ വിജയം കാണുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ഓഹരി വിപണിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആധുനിക കണ്ടക്ടറുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ചിപ്പുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള സെമി കണ്ടക്ടർ കമ്പനികൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ കുതിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റ എലക്സി, ക്രോംപ്ടൺ ഗ്രീവൻസ് പവർ, HSM ടെക്നോളജീസ്, SPEL സെമി കണ്ടക്ടർ, RIR പവർ ഇലക്ട്രോണിക് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളാണ് വിപണിയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ഇത് സെമി കണ്ടക്ടർ മേഖല ശക്തിപ്പെടുത്താൻ പോകുന്നതിന്റെ അല്ലെങ്കിൽ നിലവിൽ തന്നെ ശക്തിപ്പെടുന്നു എന്നതിന്റെ ലക്ഷ്യമാണ്. ചൈനയുടെ എതിരാളിയായ തായ്വാനാണ് സെമി കണ്ടക്ടർ വ്യവസായ രംഗത്തെ മേധാവികൾ. എന്നാൽ തായ്വാൻ ചൈനയുടെ അധിനിവേശ ഭീഷണിയിലാണ് ജീവിക്കുന്നത്. അതേസമയം ഇവിടുത്തെ കമ്പനികളെ കൂട്ടുപിടിച്ച് ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണം ആരംഭിക്കാൻ കുറെ കാലമായി മോദി ശ്രമിച്ചു വരികയായിരുന്നു. അതിന് ഫലമുണ്ടായ കാഴ്ചയാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത്. ടാറ്റയുടെ നേതൃത്വത്തിൽ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ എണ്ണ വ്യവസായം എങ്ങനെയാണോ ലോകത്തെ നിയന്ത്രിച്ചിരുന്നത്, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ വ്യവസായം നാളെ ലോകത്തെ നിയന്ത്രിക്കും എന്നതാണ് മോദിയുടെ കാഴ്ചപ്പാട്. കോവിഡ് കാലത്ത് ചിപ്പുകൾ കിട്ടാനില്ലാത്തതിനാൽ ഇന്ത്യയിലെ കാർ ഉൽപാദനം വളരെ സ്തംഭിച്ചിരുന്നു. ഇനി ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകരുതെന്നും പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. 2021 ചിപ്പ് പ്രോത്സാഹന പദ്ധതി മോദി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 76,000 കോടിയാണ് നീക്കിവെച്ചതും. ചിപ്പ് നിർമ്മാണത്തിനുള്ള സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നവർക്ക് പ്ലാന്റ് നിർമ്മിക്കാനുള്ള ചിലവിന്റെ 50% ഇളവ് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി 2024 ക്രോംപ്ടൺ ഗ്രീവൻസ് പവർ ഗുജറാത്തിലെ സനാദിൽ 76,000 കോടി ചിലവിൽ പ്ലാന്റ് തുടങ്ങി. ജപ്പാനിലെ റെനേസാസ് ഇലക്ട്രോണിക്സുമായി ചേർന്നായിരുന്നു ചിപ്പ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയത്. ആസാമിൽ ടാറ്റ ഗ്രൂപ്പ് 27,000 കോടി ചിലവിൽ ആസാമിൽ ചിപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. തായ്വാനിലെ പവർ ചിപ്പുമായി ചേർന്ന് ടാറ്റ ഇലക്ട്രോണിക്സ് 99,000 കോടി ചിലവിൽ ഗുജറാത്തിലെ ധലോരിയിൽ പ്ലാന്റ് ആരംഭിച്ചിട്ടുണ്ട്. US കേന്ദ്രമായ മൈക്രോണിക് ചിപ്പ് പാക്കേജ് യൂണിറ്റ് 275 കോടി ചിലവിൽ ഗുജറാത്തിൽ ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നൂതനമായ നടപടികളുമായി അടുത്ത നൂറ്റാണ്ടിൽ തന്നെ പിടിച്ചെടുക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി. കോൺഗ്രസ് ജാതി രാഷ്ട്രീയവും കുത്തിത്തിരിപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയെ അടിമുടി മാറ്റുവാനുള്ള നീക്കവുമായി പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങുന്നത്.